ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞു. ഒരു കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേക്കും എയറിലായ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അറിയാതെ വായിൽ നിന്ന് ഒരു വാക്കങ്ങ് വീണുപോയി. സംഭവം അത് കയറി അങ്ങ് കൊളുത്തി. ഇപ്പോൾ എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടും കാര്യങ്ങൾ മാറി എന്ന് പറയാം. ഇതാണ് പറയുന്നത്. എന്താ പറയുക, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടുമെന്നുള്ളത് 100% സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ പറയുന്ന അരുൺ, നമുക്കറിയാം പുള്ളിക്കാരൻ ഈ പറയുന്ന രീതിയിൽ കുറേയധികം ഷോർട്ട് വീഡിയോസ്, എൻ്റർടൈനിങ് രീതിയിലുള്ള കുറേ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ തന്നെ ഫാമിലി മൊത്തം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പെണ്ണ് വീട്ടുകാർ കാണാൻ വേണ്ടിയിട്ട് വരുന്നു ചെറുക്കൻ്റെ വീട്ടിൽ. ഇവർ കണ്ട് തിരിച്ചു പോയതിന് ശേഷം പുള്ളി ഒരു വീഡിയോ അങ്ങ് ഇട്ടു. അതാണ് ഇപ്പോൾ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചത്. ഒന്ന് കേൾക്കാം. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. മുക്കാച്ചെമ്പ് ബിരിയാണി അങ്ങ് നിന്ന് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചത്. എന്താണ്, കല്യാണമാണേ പറയുന്നത്, അതും പെണ്ണു വീട്ടുകാരെ കുറിച്ചാണേ പറയുന്നത്. എന്താ പറയാ, അങ്ങ് പറഞ്ഞും പോയി ആ ഒരു ഫ്ലോയിൽ സംഭവം കയറി അങ്ങ് പണിയാവുകയും ചെയ്തു. എന്നിട്ട് പിന്നെ അതിനെ ന്യായീകരിച്ചു കൊണ്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും പൊളൈറ്റല്ലാതെ സംസാരിച്ചു എന്നും പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് വന്ന് അങ്ങ് പറഞ്ഞു പോയ പുള്ളി നമ്മുടെ മമ്മൂട്ടിയുടെ രാജമാണിക്യ സ്റ്റൈലൊന്ന് പിടിക്കാൻ നോക്കിയതാണ്. പക്ഷെ നാട്ടുകാരെല്ലാവരും കൂടെ എടുത്തിട്ട് അങ്ങ് ഏറി കയറ്റുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ എത്തിച്ചതെന്ന് പറയുന്നത്. ഇതാണ് പറയുന്നത്, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ എക്സാമ്പിളായിട്ട് നമുക്ക് കൂട്ടിക്കുഴയ്ക്കാൻ വേണമെങ്കിൽ. കാരണം പുള്ളി അങ്ങ് പറഞ്ഞും പോയി, ഇപ്പോൾ ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തി. അവസാനം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരെ കാര്യങ്ങൾ മാറി. എന്തായാലും കൊള്ളാടേ, കാര്യങ്ങളുടെ ഒരു കിടപ്പ് അപ്പോൾ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളി പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ ആ ഒരു ഫ്ലോയിലങ്ങ് പലതൊക്കെ വരുവഴി സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് പറയുക, എന്നിട്ട് വീഡിയോ അങ്ങ് ഇടുക. അതല്ലാതെ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അതിൻ്റെ പണി പിന്നെ കിട്ടുന്നത് ഏറ്റുവാങ്ങാൻ മാത്രമേ സമയം കിട്ടത്തുള്ളൂ. എന്തായാലും ആ പണി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെ എത്തിയിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട്. അവസാനം നാട്ടുകാരെടുത്ത് ഒരു എന്താ പറയുക, എന്താണ് സംഭവ വികാസം എന്ന് വിശദീകരിച്ചു കൊണ്ടാണ് പുള്ളി എത്തിയതെന്ന് പറയുന്നത്. രീതിയിൽ കിണ്ടിയും കീറിയും മുറിച്ചും പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ വേറെ രീതിക്ക് പല രീതിക്കും വ്യാഖ്യാനിക്കപ്പെടും. വാച കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി, ഈ സംഭവങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മാറിപ്പോകും. കല്യാണമൊക്കെ അല്ലേടേ, ഈ പറയുന്ന രീതിയിൽ പെണ്ണ് വീട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒന്ന് ഒരു ഇതിലൊക്കെ മയത്തിലൊക്കെ സംസാരിക്കാം. കാരണം ഈ പറയുന്ന രീതിയിൽ അവരിത് കേൾക്കുമ്പോൾ തന്നെയും ചിലപ്പോൾ ഒരു തോന്നിയെന്ന് വരാം തമാശയാണ്. കാരണം തമാശ എന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ തമാശയാണ് എന്നുള്ളത്. പിന്നെ ഈ നാട്ടുകാരടുത്ത് ഈ പറയുമ്പോഴത്തേക്കല്ലേ ഇതൊരു തമാശയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും പറഞ്ഞ കാര്യം കുറച്ചൊന്ന് അങ്ങോട്ട് കയറി പോയി എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ആ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ അങ്ങ് കയറി പോയതായിരിക്കാം. പക്ഷെ എന്തായാലും നാട്ടുകാർ കയറി പിടിച്ചിട്ടുണ്ട്. നാട്ടുകാർ കയറി പിടിച്ചിട്ട് പറഞ്ഞത് ഓവറായി പോയി എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് പുള്ളിക്കാരന് മനസ്സിലായി എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാനായിട്ടുള്ളൊരു ഇട ഉണ്ടായെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശരിക്കും രണ്ടാമതൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പലതും നമ്മുടെ വായിൽ നിന്ന് വീണു പോകും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷെ നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ ഒരു കാര്യം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും സൂക്ഷിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന വ്യക്തി വീഡിയോസൊക്കെ ഇടുന്ന ഒരു വ്യക്തിയാണ്. സോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഏണി നമ്മളായിട്ട് ഇങ്ങനെ പിടിച്ച് നമ്മുടെ മടിയിൽ കയറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇവിടെ ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം
പുള്ളി ഒരു വീഡിയോ അങ്ങ് ഇട്ടു. വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് പുള്ളി വേറെ ഒന്നും തന്നെ നെഗറ്റീവ് പ്രതീക്ഷിച്ചിട്ടല്ല പുള്ളി ആ ഒരു വീഡിയോ ഇട്ടത്. പക്ഷേ സംഭവം കയറി അങ്ങ് നല്ല രീതിയിൽ നെഗറ്റീവ് ആയിപ്പോയി എന്നുള്ളത് പുള്ളിയുടെ ആ ഒരു സംസാരത്തിൽ നിന്നും കാര്യങ്ങൾ ഒരു നെഗറ്റീവ് രീതിയിലോട്ട് പോയി എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും നാട്ടുകാർ നല്ല രീതിയിൽ നെഗറ്റീവ് കൊണ്ട് അങ്ങ് അർമാദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കുന്ന ആർക്കായാലും ഒന്ന് തോന്നിപ്പോകും, എന്തോന്നാടേ ഇവ ഈ പറയുന്നത്, ഇതൊരു കല്യാണം അല്ലേടേ, എന്തുവാ ഇത്, പെണ്ണുവീട്ടുകാരെ അപമാനിക്കുകയാണോ എന്ന് പലർക്കും തോന്നിപ്പോയാൽ തെറ്റു പറയാൻ പറ്റത്തില്ല. പിന്നെ പോട്ടെ, കാര്യങ്ങൾ എന്തായാലും വന്ന് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് അത് നല്ല രീതിയിൽ കൊണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പൊ നമുക്കിപ്പോൾ ഈ പറയുന്ന രീതിയിൽ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന രീതിയിൽ നാട്ടുകാർ എങ്ങനെയോ വിചാരിക്കട്ടെ, അവർ നെഗറ്റീവോ പോസിറ്റീവോ എന്തോ വിചാരിക്കട്ടെ എന്നുള്ള മൈൻഡ് ആണെങ്കിൽ നമുക്ക് എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു പോസിറ്റീവ് ഇമേജ് എപ്പോഴും വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്ന് ഈ പറയുന്ന രീതിയിൽ വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. അതെന്തായാലും പുള്ളി വന്ന് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കി ഓരോന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പണികൾ വീണ്ടും വീണ്ടും വന്നെന്ന് വരും.